ഹരി ഓം. ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭാഗവതത്തിലെ ഈ വൃന്ദാവന വർണ്ണനയ്ക്ക് നമുക്ക് കാതോർക്കാം. വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീ ഗവാം സേവ്യം പുണ്യാദ്രി തൃണവീരുധം വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീദുത്തമാ പ്രീതി രാമമാധവയോർനൃപ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 49. വൃന്ദാവന പ്രവേശം. വൃത്തം ഉപേന്ദ്രവജ്ര. ശ്ലോകം 1. ഭവത്പ്രഭാവാവിദുരാഹി ഗോപാക തരുപ്രപാദാദികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനുകു. ഒരിക്കൽ കൂടി. ഭവത്പ്രഭാവാവിദുരാഹി ഗോപാക തരുപ്രപാദാദികമത്ര ഗോഷ്ഠേ അഖേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനുകു. ഭവത് പ്രഭാവ, അങ്ങയുടെ പ്രഭാവത്തെ. ആ വിദുരാഹി ഗോപാഹ, അവിദുര ധാരണയില്ലാത്ത, എന്തെന്ന് ധരിക്കാത്ത ഗോപന്മാർ. ഉണ്ണിക്കണ്ണൻ ശ്രീഹരിയുടെ അവതാരമാണെന്നറിയാത്ത ഗോപന്മാർ. തരു പ്രപാദാധികം, 2 മരുത് വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണത് ആദിയായ കാര്യങ്ങൾ. പ്രപാദ, തകർന്നു വീഴുക. അത്ര ഗോഷ്ഠേ, ആ ഗോകുലത്തിൽ. അഹേതും, ഹേതു ഒന്നുമില്ലാതെ. ഉത്പാദഗണം, ദുർനിമിത്ത ഗണം, ദുർനിമിത്തങ്ങൾ, ധാരാളമായ അശുഭ ലക്ഷണങ്ങളെന്ന് വിശങ്ക്യ, വല്ലാതെ ശങ്കിച്ച് സംശയിച്ച്. അന്യത്ര പ്രയാതും, മറ്റൊരിടത്തേക്ക് പ്രയാണം ചെയ്യാൻ. മനോവിധേനു, മനസ്സിൽ ചിന്തിച്ചു. ഇനി ശ്ലോകാർത്ഥം. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ ഉണ്ണികൃഷ്ണന്റെ പ്രഭാവവിശേഷമറിയാത്തവർ തന്നെയായ ഗോപന്മാർ. ഇവിടെ മരം തകർന്നു വീണത് ആദിയെല്ലാം അകാരണമായുണ്ടായ ദുർനിമിത്തങ്ങളാണെന്ന് ശങ്കിച്ച് മറ്റൊരിടത്തേക്ക് മാറി പ്രയാണം ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു. ശ്രീകൃഷ്ണൻ ജനിച്ച് കൺമിഴിക്കാറാകുന്നതിനു മുമ്പ് തന്നെ പൂതന എന്ന രാക്ഷസി കണ്ണനെ വധിക്കാൻ ഒരുമ്പെട്ടു. അവൾ ആർത്തലച്ചു വീണ കൂട്ടത്തിൽ ധാരാളം വൃക്ഷങ്ങളും തകർന്നു വീണു. പിന്നെ ശകടരൂപത്തിൽ വന്ന മായാസുരനാലും വാതരൂപത്തിൽ വന്ന വ്യോമാസുരനാലും അമ്പാടിയെ അത്യധികം ആകുലരാക്കി. പിന്നെ ഇപ്പോൾ കാരണമൊന്നും കാണാനാകാതെ ഈ മരുത് വൃക്ഷങ്ങൾ തകർന്നു വീണു. ആ വൃക്ഷച്ചില്ലകൾക്കിടയിൽപ്പെട്ട കണ്ണൻ ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഇതെല്ലാം ഇവിടെ ഈ അമ്പാടിയിൽ ഇനിയും വരാൻ പോകുന്ന ആപത്തുകളുടെ മുന്നറിയിപ്പായിരിക്കാം. അതിനാൽ അമ്പാടിയിൽ നിന്ന് മാറി താമസിച്ചാലോ എന്ന് ഏവരും മനസ്സിൽ ആലോചിച്ചു. ശ്ലോകം 2. തത്രോപനന്ദാഭിതഗോപവർയ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇദ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. തത്രോപനന്ദാഭിതഗോപവർയ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇദ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. തത്ര, അപ്പോൾ. ഉപനന്ദ ആഭിത ഗോപവൈദ്യ, ഉപനന്ദൻ എന്ന് വിളിക്കപ്പെടുന്ന ഗോപശ്രേഷ്ഠൻ. ജഹൗ, പറഞ്ഞു. ഭവത് പ്രേരണയ ഏവനൂനം, തീർച്ചയായും അങ്ങയുടെ പ്രേരണയാൽ തന്നെ. ഇത പ്രതീച്യം,
ഇവിടെ നിന്ന് പടിഞ്ഞാറു ഭാഗത്തായി വിഭിനം മനോജ്ഞം, മനോജ്ഞമായ ഒരു വനപ്രദേശം, വൃന്ദാവനം നാമ വിരാജതി ഇതി, വൃന്ദാവനം എന്ന നാമത്തിൽ വിരാജിക്കുന്നു എന്ന്. ശ്ലോകാർത്ഥം. അപ്പോൾ ഉപനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോപശ്രേഷ്ഠൻ ഇവിടെ നിന്നും പടിഞ്ഞാറായി വൃന്ദാവനം എന്നു പേരായ ഒരു മനോജ്ഞ വനപ്രദേശം വിരാജിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഹേ ഭഗവാനെ, തീർച്ചയായും അങ്ങയുടെ പ്രേരണയാൽ തന്നെയായിരിക്കണം. വൃന്ദ എന്ന ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ള സ്ഥലമാണത്രേ വൃന്ദാവനം. തുളസീവനം എന്നും ഈ പേരിന് അർത്ഥമുണ്ട്. ഇനി തുടർന്നുള്ള കൃഷ്ണലീലകൾക്കുള്ള ആസ്ഥാനമാണ് പുണ്യഭൂമിയായ ഈ വൃന്ദാവനം. ഉപനന്ദൻ എന്ന ഗോപശ്രേഷ്ഠൻ നന്ദഗോപന്റെ ജ്യേഷ്ഠ ഭ്രാതാവും പ്രധാന ഉപദേഷ്ടാവുമാണത്രേ. അദ്ദേഹം അതീവ ജ്ഞാനിയും രാമകൃഷ്ണന്മാരിൽ അതിപ്രേമമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് കൃഷ്ണൻ തന്റെ വിഹാരരംഗം ബൃഹദ്വനമെന്ന അമ്പാടിയിൽ നിന്ന് ഇനി വൃന്ദാവനം എന്ന ശ്രേഷ്ഠ ഭൂമിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. ശ്ലോകം 3. ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യ പിതായ ഗൗഷ്ടീനമധക്ഷണേന ത്വദന്വിതത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലുഗോ. ഒരിക്കൽ കൂടി. ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യ വിധായ ഗൗഷ്ടീനമധക്ഷണേന ത്വദന്വിതത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലുഗോ. ബൃഹദ്വനം തദ് ഖലു, ആ വിപുലമായ വനമാകട്ടെ, നന്ദമുഖ്യ, നന്ദൻ ആദിമുഖ്യന്മാർ, വിധായ ഗൗഷ്ടീനം അധ, പിന്നെ പഴയ ഗോഷ്ഠത്തെ പോലെ തന്നെ ആക്കി തീർത്തിട്ട്, ക്ഷണേന, പിന്നെ ഒട്ടും താമസിയാതെ, ത്വത് അന്വിത, അങ്ങയോടുകൂടിയ ഉണ്ണിക്കണ്ണനോടുകൂടി, ത്വജ്ജനനി, അവിടുത്തെ മാതാവ് യശോദ, നിവിഷ്ട ഗരിഷ്ഠയാനം, കയറിയ വലിയ വണ്ടിയെ, അനുഗതാ വിചേലു, അനുഗമിക്കുന്നവരായി, ചേലു സഞ്ചരിച്ചു, വിചരിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ അതിവിപുലമായ വനത്തെ പഴയ ഗോഷ്ടം എന്ന പോലെ തന്നെയാക്കി തീർത്തിട്ട് നന്ദൻ ആദി ഗോപമുഖ്യന്മാർ ഒട്ടും തന്നെ താമസിയാതെ ഉണ്ണിക്കണ്ണനായ അങ്ങയോടുകൂടി അമ്മ യശോദ കയറിയ വലിയ വണ്ടിയെ അനുഗമിച്ച് സഞ്ചരിച്ചു. ശ്ലോകം 4. അനോ മനോജ്ഞധ്വനിധേനുപാളി ഘുരപ്രണാദാന്തരതോ വധൂഭിः ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായതമാർഗദൈർഘ്യം. ഒരിക്കൽ കൂടി. അനോ മനോജ്ഞധ്വനിധേനുപാളി ഘുരപ്രണാദാന്തരതോ വധൂഭിः ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായതമാർഗദൈർഘ്യം. അനോ, അനസിന്റെ, അനസ് എന്ന് പറഞ്ഞ വണ്ടി, വണ്ടിയുടെ, മനോജ്ഞധ്വനി, രസകരമായ ശബ്ദം, ധേനുപാളി, പശുക്കൂട്ടത്തിന്റെ, ഗുരപ്രണാദം, കുളമ്പടിയൊച്ച, അന്തരഥോ, അന്തരത്തിൽ, ഇടയ്ക്ക്, വധൂഭി, ഗോപശ്രീകളാൽ, ഭവത് വിനോദ, അങ്ങയുടെ നേരം പോക്ക് ഇയലുന്ന, ആലപിത, കൊഞ്ചലുകളുടെ, അക്ഷരാണി, അക്ഷരങ്ങൾ, ശീലുകൾ, പ്രപീയ, പാനം ചെയ്ത് ആസ്വദിച്ച്, ന അജ്ഞായത, അറിഞ്ഞതേയില്ല, മാർഗദൈർഘ്യം, യാത്രാദൂരം. ശ്ലോകാർത്ഥം. വണ്ടി നീങ്ങുമ്പോഴത്തെ മനോജ്ഞ ശബ്ദത്തിനും പശുക്കളുടെ കുളമ്പടിയൊച്ചയ്ക്കുമിടയിൽ ഉണ്ണിക്കണ്ണന്റെ കൊഞ്ചലുകളുടെ കൗതുകശീലുകൾ ആവോളം പാനം ചെയ്ത ആ ഗോപശ്രീകൾ വൃന്ദാവനത്തിലേക്കുള്ള യാത്രാദൂരം തീരെ അറിഞ്ഞതേയില്ല. വൃന്ദാവനത്തിലേക്കുള്ള
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യാത്ര അതിമനോജ്ഞവും രാജകീയവുമായിരുന്നു. പശുക്കളാകുന്ന ധനത്തെ മുന്നിൽ നടത്തി ശൃംഖവാദ്യമേളനങ്ങളോടെ ആഘോഷപൂർവമാണ് ആ യാത്ര. ഭീരി, തുജ്യം എന്നീ വാദ്യങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങി. വേദോച്ചാരണങ്ങൾ കൊണ്ട് ഉപാധ്യായന്മാർ ആ അന്തരീക്ഷത്തെ മംഗളദായകമാക്കി. വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് കുങ്കുമക്കുസുമങ്ങളാൽ അലങ്കൃതകളായ ഗോപികമാർ കൃഷ്ണലീലാമൃതം ആലപിച്ച് ആനന്ദ നിർവൃതിയടഞ്ഞു. രാമകൃഷ്ണന്മാർ തങ്ങളുടെ മാതാക്കളുടെ അംഗത്തിലേറി കൊഞ്ചിക്കുഴഞ്ഞ സ്നേഹപ്രകടനങ്ങളാൽ ആ മാതാക്കളെ സുശോഭിതകളാക്കി. ലാസ്യമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ യാത്ര അങ്ങനെ വൃന്ദാവനത്തിലേക്ക് നീങ്ങി. ശ്ലോകം 5. നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദദ് പ്രസൂനകുന്ദപ്രമുഖദ്രുമൗഘം അമോദധാശാദ്വലസാന്ദ്രലക്ഷ്മ്യാ ഹരിന്മണീകുട്ടിമപുഷ്ടശോഭം. നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദദ് പ്രസൂനകുന്ദപ്രമുഖദ്രുമൗഘം അമോദധാശാദ്വലസാന്ദ്രലക്ഷ്മ്യാ ഹരിന്മണീകുട്ടിമപുഷ്ടശോഭം. നിരീക്ഷ്യ വൃന്ദാവനം, വൃന്ദാവനത്തെ നിരീക്ഷിച്ച്. ഈശ, ഹേ ഈശ്വര, ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, നന്ദത്, സമൃദ്ധമായി, പ്രസൂനകുന്ദ പ്രമുഖ, വിടർന്ന ധാരാളം പൂക്കളുള്ള, മുല്ല ആദി ലതകൾ പടർന്നു കയറിയിട്ടുള്ള കുന്തം, മുല്ല, ദ്രുമ ഔഘം, വൃക്ഷ കൂട്ടങ്ങളോടുകൂടി, അമോദത, മോദിച്ചു, സന്തോഷിച്ചു, ശാദ്വല സാന്ദ്രലക്ഷ്മിയ, പച്ച പുൽത്തകടിയുടെ സാന്ദ്രശോഭയാൽ, ഹരിൺമണി, മരതക പച്ചക്കല്ല്, മരതകരത്നം, കുട്ടിമ പുഷ്ടശോഭം, തറയുടെ മികവാർന്ന കാന്തി. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, സമൃദ്ധമായി വിടർന്ന പൂക്കളോടുകൂടി, മുല്ല തുടങ്ങിയവ പടർന്നു കയറിയ വൃക്ഷങ്ങളോടുകൂടിയും, മരതക രത്നം പതിച്ച് പരിപുഷ്ടമായ തറ പോലെ ഇളം പച്ചപ്പുൽത്തകടിയുടെ സാന്ദ്രമായ ശോഭയാർന്ന ആ വൃന്ദാവനം കണ്ട് ഹേ ഈശ, ഉണ്ണിക്കണ്ണനായ ഗുരുവായൂരപ്പ, അങ്ങ് വളരെ ആഹ്ലാദിച്ചു. ശ്ലോകം 6. നവാഗനിർവ്യൂഢനിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിതപര്യകലോകദാസ്തം. ഒരിക്കൽ കൂടി. നവാഗനിർവ്യൂഢനിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിതപര്യകലോകദാസ്തം. നവാഘ നിർവ്യൂഢ, പുതുതായി അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച, നിവാസഭേദേഷു, പലതര ഭവനങ്ങളിൽ, അശേഷ ഗോപേഷു, ഗോപന്മാർ എല്ലാവരും, സുഖാസിതേഷു, സുഖമായി സ്ഥിതി ചെയ്യവേ, സുഖമായി വസിച്ചു വരവേ, വനശ്രിയം, കാനന ഭംഗിയെ, കാനന ശോഭയെ, ഗോപ കിശോരപാളി, ഗോപകിശോരന്മാരുടെ സമൂഹം, ഗോപബാലവൃന്ദം, വിമിശ്രിത, പരികലർന്ന്, ഒത്തുചേർന്ന്, പര്യ അവലോകതാസ്ത്വം, അങ്ങ് പര്യവലോകനം ചെയ്തു, നോക്കിക്കണ്ടു. ശ്ലോകാർത്ഥം. ഗോപന്മാർ എല്ലാവരും വൃന്ദാവനത്തിൽ അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പലതരം ഭവനങ്ങളിൽ സുഖമായി വസിച്ചു വരവേ, അങ്ങ് ഗോപബാലവൃന്ദത്തോട് ചേർന്ന് ആ കാനന ഭംഗിയെ പര്യവലോകനം ചെയ്തു. ശ്ലോകം 7. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തരസ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്തം. ഒരിക്കൽ കൂടി.
അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തരസ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. അരാളമാർഗ വളഞ്ഞ് പുളഞ്ഞ മാർഗങ്ങളിലൂടെ, ഗത നിർമ്മലാഭാം ഒഴുകുന്ന തെളിനീരോട് കൂടിയ, മരാള കൂജാകൃത അരയന്നങ്ങളുടെ കൂജനമാകുന്ന, നർമ്മലാഭാം നർമാലാപത്തോടും, നിരന്തര സ്മേര നിത്യപുഞ്ചിരി തൂകുന്ന, സരോജവക്ത്രാം ഇടതൂർന്ന് വിടർന്ന് സരോജങ്ങളാകുന്ന മുഖങ്ങളോടും, കളിന്ദകന്യാം കാളിന്തി എന്ന ജലകന്യകയെ സമലോകയസ്ത്വം അങ്ങ് നല്ലവണ്ണം ദർശിച്ചു. ശ്ലോകാർത്ഥം: വളഞ്ഞു പുളഞ്ഞ മാർഗങ്ങളിലൂടെ തെളിനീരോടുകൂടി ഒഴുകുന്ന, അരയന്നങ്ങളുടെ കൂജന നർമാലാപത്താൽ മുഖരിതമായ, ഇടവിടാതെ വിടർന്ന സ്മേരമുഖാംബുജങ്ങൾ നിറഞ്ഞ കാളിന്തി എന്ന ജലകന്യകയെ അങ്ങ് ദർശിച്ചു. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കൃഷാംഗ ഗാത്രിയായ സുസ്മിത സരോജവക്ത്രയായ കാളിന്തിയെയാണ് കണ്ണൻ ദർശിച്ചത്. ശ്ലോകം 8. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ചശൃംഗൈഃ ഗിരിം ച ഗോവർദ്ധനമൈക്ഷധാസ്ത്വം. ഒരിക്കൽ കൂടി. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ചശൃംഗൈഃ ഗിരിം ച ഗോവർദ്ധനമൈക്ഷധാസ്ത്വം. മയൂരകേകാശത അനേകം മയിലുകളുടെ കേകാരവത്താൽ, കേകാശബ്ദത്താൽ, ലോഭനീയം ആകർഷകവും, മയൂഖമാല ശബളം മണീനാം രത്നങ്ങളുടെ കിരണങ്ങളാൽ വർണ്ണാഭമായും, വിരിഞ്ചലോകസ്പൃശം ബ്രഹ്മലോകത്തെ മുട്ടിയുരുമുന്ന, ഉച്ചശൃംഖൈ ഉയർന്ന കൊടുമുടികളാലും, ഗിരിം ച ഗോവർദ്ധനം ഐഷദാത്വം ഗോവർദ്ധനം എന്ന പർവ്വതത്തെയും അങ്ങ് നോക്കിക്കണ്ടാനന്ദിച്ചു. ശ്ലോകാർത്ഥം: മയിൽക്കൂട്ടങ്ങൾ കേകാരവമുതിർക്കുന്നതിനാൽ സ്പൃഹണീയമായും, പലതര രത്നങ്ങളുടെ കിരണങ്ങൾ പരന്ന് വർണ്ണാഭമായും, ബ്രഹ്മലോകത്തെ മുട്ടിയുരുമ്മി ഉയർന്ന കൊടുമുടിയോടുകൂടിയ ഗോവർദ്ധന പർവ്വതത്തോടും കൂടി ആ വൃന്ദാവനത്തെ അങ്ങ് കണ്ണൻ നോക്കിക്കണ്ടു. ശ്ലോകം 9. സമം തദോ ഗോപകുമാരകൈസ്തം സമന്തദോ യത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാമപശ്യഃ കളിന്ദജാം രാഘവതീമിവൈകാം. ഒരിക്കൽ കൂടി. സമം തദോ ഗോപകുമാരകൈസ്തം സമന്തദോ യത്ര വനാന്തമാഗാഃ തതസ്തതസ്താം കുടിലാമപശ്യഃ കളിന്ദജാം രാഘവതീമിവൈകാം. സമം തതോ ഗോപകുമാരകൈസ്ത്വം. പിന്നെ ഉണ്ണിക്കണ്ണനായ അങ്ങ് ഗോപകുമാരന്മാരോടൊപ്പം സമന്തതോ യത്ര വനാന്തം ആഘ എവിടെയെല്ലാം വനഭാഗങ്ങളിൽ ആഗമിച്ചുവോ, തഥ തഥ അവിടവിടെ അവിടെയെല്ലാം, കുടിലാം അപശ്യ ആ കുടിലയെ ദർശിച്ചു, വളഞ്ഞൊഴുകുന്ന ആ കാളിന്തിയെ ദർശിച്ചു. കളിന്ദജാം രാഘവതീം ഇവ ഏകാം രാഘവതി എന്ന പോലെ കാളിന്തിയെ ഏകയായി. ശ്ലോകാർത്ഥം: പിന്നെ അങ്ങ് ഗോപകുമാരന്മാരോടൊത്ത് കാട്ടിനുള്ളിൽ എവിടെ എവിടെ നാലുപാടുമായി ചുറ്റി നടന്നുവോ, അവിടെയെല്ലാം വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന ആ കാളിന്തി നദിയെ ഏകാഗ്നിയായ ഒരു കാമുകിയെ പോലെ ദർശിക്കുകയുണ്ടായി.
ഭഗവാനിൽ അനുരാഗവതിയായ ആ കാളിന്തി നദി വളഞ്ഞ് പുളഞ്ഞ് കൃശാംഗഗാത്രിയായും നിറഞ്ഞ സരോജങ്ങളെ കൊണ്ട് സുസ്മിതയായും കണ്ണനെ ആ വനത്തിലെങ്ങും ഏകാന്തമായി അനുഗമിച്ചു. ശ്ലോകം 10. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധകുമാരഗൈസ്ത്വം സമീരഗേഹാധിപപാകിരോഗാദ്. ഒരിക്കൽ കൂടി. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധകുമാരഗൈസ്ത്വം സമീരഗേഹാധിപപാകിരോഗാദ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തഥാവിധേ അപ്രകാരമുള്ള അസ്മിൻ വിപിനെ ഈ കാനനത്തിൽ, ഈ വൃന്ദാവനത്തിൽ, പശവ്യേ പശുക്കൾക്ക് പ്രയോജനകരമായ, സമുത്സുഖോ നല്ല ഉത്സാഹമുള്ളവനായി, വത്സഗണ പ്രചാരേ പശുക്കുട്ടികളെ മേയ്ക്കുന്നതിൽ, ചരൻ സരാമോ അതാ പിന്നെ ബലരാമനോടുകൂടി ചരിക്കുന്നവനായി, കുമാരഗൈസ്ത്വം ബാലകന്മാരോടൊത്ത് അങ്ങ്, സമീരഗേഹാധിപ വായുഗേഹാധിപ ശ്രീ ഗുരുവായൂരപ്പ പാഹി രോഗാത് രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. പിന്നെ അപ്രകാരം പശുക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേയ്ക്കുന്നതിൽ അത്യുത്സാഹവാനായി ഗോപബാലന്മാരോടും ബലരാമനോടുമൊപ്പം വിഹരിച്ച ഹേ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. സമീരഗേഹാധിപ പാഹി രോഗാത്. സമീരഗേഹാധിപ പാഹി രോഗാത്.